യജ്ഞകുണ്ടത്തിൽ നിന്നുള്ള അഗ്നി ഉയർന്നു പൊങ്ങി ആകാശത്ത് നൃത്തം ചെയ്തു. ഒടുവിൽ ദിവ്യവും പവിത്രവുമായ അഗ്നിയുടെ ഹൃദയത്തിൽ നിന്ന് തേജസ്വിയായി കാണപ്പെട്ട ഒരു ശിശു ഉയർന്നു വന്നു. അവർ അവന് ദൃഷ്ടദ്യുമ്നൻ എന്ന പേരാണ് നൽകിയത്. എന്നാൽ ദ്രുപദന്റെ സൗഭാഗ്യം അവിടെ അവസാനിക്കുന്നില്ല. ഒരു സൽപുത്രനു വേണ്ടിയുള്ള തൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചതുകൊണ്ട് യാഗഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ പിൻവാങ്ങാൻ തുടങ്ങിയ ദ്രുപദനോട് ദേവന്മാർ പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞിനെ കൂടി നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു മകൾ. എന്നാൽ അതിനു പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ദ്രുപദന്റെ മുഖം വാടി. ഞാൻ ഒരു മകനെയാണ് ആവശ്യപ്പെട്ടത്, ഒരു മകളെയല്ല, ദ്രുപദൻ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനികളായ സത്തുക്കളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ദ്രുപദൻ പിന്തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി. എന്നാൽ യജ്ഞഭൂമിയിലെ അഗ്നി ഒരിക്കൽ കൂടി വിറച്ചു. അതിൽ നിന്ന് ഒരു തീനാളം ഉയർന്നു പൊങ്ങി ദ്രുപദന്റെ മാർഗത്തിന് തടസ്സമായി നിലകൊണ്ടു. തൻ്റെ